എല്ലാവർക്കും ട്വിൻ ഫ്ലെയിംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തഞ്ചാവൂർക്കാണ്. തഞ്ചാവൂർക്ക് വരണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് ബസ്സിൽ വരാം, ട്രെയിനിൽ വരാം. ഞങ്ങൾ ട്രെയിൻ ഓപ്ഷനാണ് എടുത്തത്. ട്രെയിനിൽ നമുക്ക് കിക്ക് എക്സ്പ്രസ് എന്ന് IRTCയിൽ കണ്ട ബുക്ക് ചെയ്യാൻ പറ്റും. പുലർച്ചെ 12:15 തുടങ്ങുന്ന വണ്ടി തഞ്ചാവൂര് 9 മണിയൊക്കെ ആകുമ്പോൾ കാലത്ത് എത്തിച്ചേരുന്നത്. മാത്തുക്കുട്ടിയായിട്ടുള്ള ആദ്യത്തെ ട്രെയിൻ ട്രിപ്പാണ് ഇത്. അപ്പൊ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കും ബ്രേക്കിംഗ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ലാതെ ഞങ്ങള് തഞ്ചാവൂർ സ്റ്റേഷനിൽ 9 മണിയായപ്പോൾ എത്തി. റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിന്റെ ഇടത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ക്ലോക്ക് റൂമും അതുപോലെ റീഫ്രഷിംഗ് റൂമും കാണാം. അവിടെ ചെന്ന് നമ്മുടെ ലഗേജ് എല്ലാം വെച്ച് ഒന്ന് റിഫ്രഷായി നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോവാം. അങ്ങനെ കാലത്തെ നല്ല രുചിയുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ പെരിയകോവിൽ കാണാനായിട്ട് ചെല്ലാം. പെരിയകോവിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ കാണുന്നതാണ് പെരിയ ടെമ്പിൾ അഥവാ ബൃഹദേശ്വര ടെമ്പിൾ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ കാണുന്ന ബൃഹദേശ്വര ടെമ്പിൾ. കോവിലിന്റെ എൻട്രൻസ് ആണ് ഈ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ മാത്തുട്ടിനുമായിട്ടാണ് എൻ്റെ ഈ വ്ളോഗ് ഇനി പോകുന്നത്. ചോഴ രാജവംശത്തിലെ തന്നെ പ്രമുഖനായ രാജരാജ ചോഴയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഓരോ കോവിലിനും അതിൻ്റെതായ പ്രതിഷ്ഠകളുണ്ട്. അങ്ങനെ ഈ കോവിലിൻ്റെ പ്രധാന പ്രതിഷ്ഠയാണ് ശിവൻ. ഭംഗിയുണ്ടല്ലേ? തഞ്ചാവൂര് ഞാനേ മെയ്യഴകൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കുറെ ഫിലിമുകളിൽ ഈ തഞ്ചാവൂർ കാണാൻ ഇടയായി. PS2, മെയ്യഴകൻ എന്നീ പടങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തഞ്ചാവൂരിനോട് ഒരു ആകർഷണം തോന്നി. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കൾച്ചറൊക്കെ ഒന്ന് കാണണമെന്ന് അതിയായി മോഹം വന്നു. രാജരാജ ചോള രാജാവായിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോവില് അവിടുത്തെ ക്യാപിറ്റലായി മാറി. ഈ കോവിലിൻ്റെ ചുറ്റും മൊത്തം 400ഓളം തൂണുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാം. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഈ കാണുന്ന തഞ്ചാവൂർ ക്ഷേത്രം.
ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഷാഡോ കാണാൻ പറ്റുന്നതല്ല. അത് ഈ ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഗുണമാണ്. ഏകദേശം 80 ടൺ ഭാരമുണ്ട് ഈ കാണുന്ന ഗോപുരം. അതിൻ്റെ മുകളിലെ ശിവലിംഗത്തിന് മാത്രം വരും 20 ടൺ ഭാരം. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നതല്ല. അങ്ങനെ മാത്തുട്ടിൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞ് മാത്തുട്ടൻ്റെ നടപ്പായി. അങ്ങനെ മാത്തുട്ടിൻ്റെ ഫസ്റ്റ് കിസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണോ എന്നറിയില്ല, മതോന്മദനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മാത്തുട്ടൻ. ആ കാണുന്ന ഗോപുരമാണ് 20 ടൺ വരുന്ന ശിവലിംഗം. താഴെയുള്ള ഭാഗമെല്ലാം ചേർന്ന് 80 ടൺ ഭാരം വരും. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം എന്തു മനോഹരമായിട്ടാണ് ഓരോ സ്ട്രക്ചേഴ്സും ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭീമാകാരമായ ഒരു നന്ദി ഈ കോവിലിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. മറ്റൊരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത്, വേറെ എവിടെ നമ്മൾ പോയാലും നമുക്ക് ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇവിടെ തഞ്ചാവൂർ ഈ പെരുവൽ കോവിൽ കാണാനായിട്ട് നമ്മുടെ നയാ പൈസ ഇവിടുന്ന് മേടിച്ചിട്ടില്ല. ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മുടെ ചെരുപ്പുകളും നമ്മുടെ ബാഗും കാര്യങ്ങളും മാത്രം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. കാലത്ത് ഞങ്ങൾ ആര്യഭവൻ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഭക്ഷണം വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് മാത്തുട്ടിനും ഭക്ഷണമെല്ലാം കൊടുത്ത് ഞങ്ങൾ ഇവിടുത്തെ മ്യൂസിയം അതുപോലെ ബെൽ ടവർ ഒക്കെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ ഉച്ച സമയം കൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. ടിക്കറ്റ് കൊടുത്തു തുടങ്ങണമെങ്കിൽ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു അമ്മാമ്മയായിട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ചില്ലടിച്ചിരിക്കുക. ഈ കാണുന്നതാണ് മ്യൂസിയത്തിലേക്കും അതേപോലെ ബെൽ ടവർ, ദർബാർ ഹാൾ, വീഡിയോ ലൈബ്രറി, ഓഡിയോ ലൈബ്രറി, ബുക്ക് ലൈബ്രറി എന്നിവ സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലം.
ഈ വീഡിയോ ലൈബ്രറി, അതേപോലെ ഈ ദർബാർ ഹാൾ, ബെൽ ടവർ എല്ലാം കാണാൻ ഇവർ നമ്മൾ കയ്യിൽ നിന്ന് മേടിക്കുന്ന തുക 150 രൂപയാണ്. വീഡിയോ ലൈബ്രറി അതിമനോഹരമായി നമുക്ക് തഞ്ചാവൂരിലത്തെ അവരുടെ കൾച്ചർ, അവരുടെ ഭക്ഷണം, അവരുടെ കാര്യങ്ങളെല്ലാം കാണിക്കുന്ന വീഡിയോസ് ആയിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്ത് ലൈബ്രറിയിലേക്ക് വന്നു. കണ്ട ബെൽ ടവർ. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് യാത്ര ചെയ്തതോടെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ കുറച്ച് മടുപ്പൊക്കെ വന്നു തുടങ്ങി. ഈ കാണുന്നതാണ് ബെൽ ടവർ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തഞ്ചാവൂർ ടൗൺ മൊത്തം കാണാൻ പറ്റുന്നതാണ്. എന്നാൽ 2019 കോവിഡ് കാലത്തിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആരെയും കടത്തുന്നതല്ല. എന്തെന്ന് വെച്ചാൽ ആൾക്കാരുടെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അത്രേ. ഇവിടെ വന്നാൽ കുറെ ശില്പങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ ഐതിഹ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയ അറിവില്ല. അതിനാൽ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. വേറെ രാജ്യത്തിൽ നിന്ന് കുറെ ആൾക്കാർ ഇവിടെ തഞ്ചാവൂർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. 1-2 ഫോറിനേഴ്സായി ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇടയായി. ഈ കാണുന്നതാണ് ദർബാർ ഹാൾ. ദർബാർ ഹാളിന്റെ ഉള്ളിലും ഇതേപോലെ കുറെ ശില്പങ്ങൾ ഇതിലുണ്ട്. മുകളിലെ നിർമ്മിച്ചിട്ടുള്ള പെയിന്റിംഗ് ഒക്കെ അതിമനോഹരമാണ്. പണ്ട് രാജഭരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ചെപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. തഞ്ചാവൂർ യാത്ര അതിമനോഹരമായിരുന്നു. ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ആൾക്കാർ, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പുറപ്പെടുകയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടൊന്ന് ചെയ്യണേ. അപ്പോൾ ബൈ ഫ്രം ടിൻ ഫ്ലിം.